ധർമ്മ സംരക്ഷണത്തിനായി. മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത്. തത്സമയ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ധർമ്മ സന്ദേശയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. പൊതുസമ്മേളനം ആരംഭിക്കാറായോ? ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതായത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ സമാപന പൊതുയോഗം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ആ സ്ഥലം വിട്ടു നൽകിയില്ല. പകരം ഗാന്ധി പാർക്കിൽ ഈ സമാപന സമ്മേളനം ചേരാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ വിവരങ്ങൾ എന്തെല്ലാമാണ്? ദിലീപ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അനന്തപുരിയുടെ മണ്ണിൽ, അനന്തപത്മനാഭന്റെ മണ്ണിൽ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി ലക്ഷ്മിബായി, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി വിളക്ക് കൊളുത്തിക്കൊണ്ട് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് യാത്രയ്ക്ക് സ്വീകരണമേകി. ഇപ്പോൾ മുത്തുക്കുടയുടെയും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സന്യാസി ശ്രേഷ്ഠന്മാർ ഈ സമ്മേളന വേദിയിലേക്ക് പുറപ്പെടുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നിലവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കിഴക്കേക്കോട്ടയിൽ കിഴക്കേ നടയിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സന്യാസി ശ്രേഷ്ഠന്മാർ ഇപ്പോൾ ഇറങ്ങി ഈ രാജവീതിയിലൂടെ നടന്ന് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനാവലി തന്നെ, ഭക്തജന സംഘം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ യാത്രയെ അകമ്പടി സേവിച്ചുകൊണ്ട്, ഈ യാത്രയ്ക്ക് ആദരവേകിക്കൊണ്ട് ഉള്ളൊരു വലിയ ജനാവലി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു മുഹൂർത്തത്തിനാണ് അനന്തപുരി സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ നാൾ പല തരത്തിലുള്ള യാത്രകൾ, രാഷ്ട്രീയ യാത്രകളായാലും ശരി, പലതരത്തിലുള്ള യാത്രകൾ കേരള സമൂഹം കണ്ടെങ്കിൽ ഇതൊരു മാറ്റത്തിന് തിരികൊളുത്തിക്കൊണ്ട്, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നേറ്റം കുറിച്ചുകൊണ്ട്, ഹൈന്ദവ സമൂഹത്തെ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നേറ്റം കുറിച്ചുകൊണ്ടൊരു യാത്ര, ആ യാത്രയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ, അതായത് കുടുംബത്തിലുണ്ടാകുന്ന അന്തഃഛിദ്രങ്ങളും സാമൂഹ്യ നിലവിലുള്ള പുത്തൻ സാമൂഹ്യ വ്യവസ്ഥയിലൂടെ സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സമൂഹത്തെ ഉദ്ധരിക്കുക, കുടുംബത്തെ ഉദ്ധരിക്കുക, കുടുംബത്തിലൂടെ സമൂഹം മുന്നേറുക എന്നതടക്കമുള്ള കാഴ്ചപ്പാടുകളുമായിട്ടാണ് സന്യാസി ശ്രേഷ്ഠന്മാർ ഈ ധർമ്മ സന്ദേശ യാത്ര എന്ന പേരിൽ ഒരു യാത്ര ആരംഭിക്കുന്നത്. അത് കാസർഗോഡ് നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ യാത്ര കടന്നു വരികയാണ്. ഓരോ ചെല്ലുന്നിടത്തും, യാത്ര എത്തുന്ന ഓരോ സ്ഥലത്തും വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് യാത്രയ്ക്ക് നൽകുന്നത്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെ യാത്ര കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുക്കുടയും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുമെല്ലാം ഈ യാത്രയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. മുത്തുക്കുടയും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുമെല്ലാം ഈ യാത്രയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യാത്രയുടെ അവസാനമായിട്ട്, അതായത് ഈ മുത്തുക്കുടയും വാദ്യമേളങ്ങളുടെ എല്ലാം അവസാനമായി സന്യാസി ശ്രേഷ്ഠന്മാരെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ യാത്രയാണ് ഇപ്പോൾ ഇവിടെ അനന്തപത്മനാഭന്റെ മണ്ണിൽ, ചരിത്രമുറങ്ങുന്ന അനന്തപുരിയിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, ഒട്ടേറെ യാത്രകൾ, ഒട്ടേറെ ഈ രാഷ്ട്രീയമായാലും ശരി, അല്ലാതെയായാലും ശരി, നിരവധി യാത്രകൾ കണ്ട ഈ അനന്തപുരിക്ക് ഒരു പുത്തൻ കാഴ്ചയാണ് നിലവിലെ ഈ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന യാത്ര. കേരളത്തിലെ തന്നെ വിവിധ സന്യാസി മഠങ്ങളിലെ സന്യാസി വര്യന്മാരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ്, പുതിയൊരു ചരിത്രം രചിക്കുകയാണ്. ആ ചരിത്രത്തിനാണ് നമുക്കിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുര സ്വാമിജിയുണ്ട്. അതോടൊപ്പം തന്നെ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വര ആനന്ദവരം ഭാരതി സ്വാമികളുണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ സന്യാസി മഠങ്ങളിലെയും സന്യാസിമാർ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് അവർ നയിക്കുന്നൊരു യാത്ര, മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു യാത്ര ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം, ശങ്കയില്ലാതെ പറയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്ര ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നു വരികയാണ്. നിലവിലെ സാമൂഹ്യ വ്യവസ്ഥയും നിലവിലെ അരക്ഷിതാവസ്ഥയിലൂടെയും കടന്നു പോകുന്ന കേരളത്തിന് ശുദ്ധീകരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര കേരളത്തിൻ്റെ മണ്ണിലൂടെ കടന്നു വന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. എല്ലാ സന്യാസി മഠങ്ങളിലും, കേരളത്തിലെ എല്ലാ സന്യാസി മഠങ്ങളിലും, ധർമ്മശാലകളിലും, ധർമ്മകേന്ദ്രങ്ങളിലും എല്ലാ സ്ഥലത്തും യാത്ര സന്ദർശനം നടത്തി. യാത്ര എത്തുന്ന ഓരോ ഇടങ്ങളിലും
ഓരോ ഇടങ്ങളിലും വലിയ സ്വീകാര്യതയാണ് യാത്രയ്ക്ക് ഉടനീളം ലഭിച്ചത്. അങ്ങനെയാണ് ഇതിന്റെ സമാപനത്തിലേക്ക് എത്തുന്നത്. ഒക്ടോബർ മാസം 7-ാം തീയതിയാണ് മാർഗദർശക മണ്ഡലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ധർമ്മ സന്ദേശ യാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര ഇന്ന് അനന്തപുരിയിൽ, ചരിത്രമുറങ്ങുന്ന അനന്തപുരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ജനാവലി, വലിയ ജനപിന്തുണ തന്നെയാണ് ഈ യാത്രയ്ക്കുടനീളം ലഭിക്കുന്നത്. നമുക്കറിയാൻ കഴിയും, കേരള സമൂഹത്തിലെ ഒരു മാറ്റത്തിന്റെ ശങ്കുലി, ആ ഒരു മാറ്റത്തിന്റെ ശങ്കുലി ഭാഗിക്കൊണ്ടാണ് ധർമ്മ സന്ദേശ യാത്ര കടന്നു വരുന്നത്. ധർമ്മത്തെ, ഇന്ന് ധർമ്മം നഷ്ടപ്പെടുന്ന ഈ കലിയുഗത്തിൽ ധർമ്മത്തിന് സ്ഥാനമില്ലാതെ അധർമ്മം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, അധർമ്മികൾ വിളയാടുന്ന സാഹചര്യത്തിൽ ധർമ്മത്തെ കുഴിച്ചു മൂടുവാൻ, ഹൈന്ദവ സംസ്കാരത്തെ കുഴിച്ചു മൂടുവാൻ അധർമ്മികൾ കച്ചകെട്ടി ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇവിടെ ധർമ്മത്തിന്റെ സന്ദേശം ഒഴുക്കിക്കൊണ്ടാണ് സന്യാസിമാരുടെ നേതൃത്വത്തിൽ ധർമ്മ സന്ദേശ യാത്ര, ആ യാത്ര കടന്നു വരുന്നത്. ഈ യാത്രയ്ക്ക് ഒട്ടേറെ പ്രസക്തിയും പ്രസക്തിയും ഇന്നിന്റെ അവസ്ഥയിൽ, ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ യാത്രയ്ക്ക് ഒട്ടേറെ പ്രശസ്തിയുണ്ട്, ആവശ്യകതകളുണ്ട്. നമുക്ക് ഈ ഒരു സമൂഹത്തിൽ, ഈ ധർമ്മം നശിച്ച സമൂഹത്തിൽ ഇങ്ങനെയൊരു യാത്ര നടത്തുന്നത്, ആ യാത്രയുടെ പ്രസക്തിയും അതും വിളിച്ചോതുന്നു. നമുക്കറിയാം, കേരള സമൂഹം പലതരത്തിലുള്ള യാത്രകൾ കണ്ടതാണ് കേരള സമൂഹം. ആ കേരളത്തിലാണ് ധർമ്മത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനായി ധർമ്മ സന്ദേശ യാത്ര നടത്തുന്നത്. ഋഷിവര്യന്മാരുടെ നേതൃത്വത്തിൽ, സന്യാസിവര്യന്മാരുടെ നേതൃത്വത്തിൽ, കേരളത്തിലെ എല്ലാ സന്യാസി പരമ്പരകളിലുമുള്ള സന്യാസിവര്യന്മാരുടെ നേതൃത്വത്തിലാണ് ധർമ്മ സന്ദേശ യാത്ര കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത്, അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുന്നത്. സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ളവർ ഈ യാത്രയിൽ നയിച്ചുകൊണ്ട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ധർമ്മത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടുള്ള യാത്രയാണ് ഇവിടെ കടന്നു വരുന്നത്. കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും പരമ്പരകളിൽപ്പെട്ട 2000-ൽ പരം സന്യാസിമാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. ഒക്ടോബർ 7-ന് ആരംഭിച്ച യാത്ര, അതിൻ്റെ സമാപന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ അനന്തപുരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സമാപന പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ ഗാന്ധി പാർക്കിൽ നടക്കാൻ പോകുകയാണ്. അതിനോടനുബന്ധിച്ച് സന്യാസി ശ്രേഷ്ഠന്മാർ ആ പൊതുസഭ നടക്കുന്ന ആ വേദിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സന്യാസി യാത്ര നടത്തുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കേരളത്തെ അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെയാണ് ഈ സന്യാസി ശ്രേഷ്ഠർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ യുവാക്കളോട്, നമ്മുടെ അമ്മമാരോട് എല്ലാം, നമ്മുടെ സമൂഹത്തോട് എല്ലാം സംസാരിച്ചത് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു. പ്രശാന്ത്, കേരളത്തനിമയിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മാർഗനിർദ്ദേശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ധർമ്മ സന്ദേശ യാത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഇപ്പോൾ അതിൻ്റെ സമാപനമായിരിക്കുകയാണ്. ഗാന്ധി പാർക്കിൽ അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം തുടങ്ങുമല്ലോ. ആരൊക്കെയാണ് ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുക? എങ്ങനെയാണ് സമാപന സഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നീലിമ, യാത്രയുടെ ഭാഗമായിട്ടുള്ള സമാപന സമ്മേളനം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അതിൽ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാർ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന, യാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്ന ഗാന്ധി പാർക്കിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മളോടൊപ്പം സ്വാമി ചിദാനന്ദപുരി സ്വാമിജിയുമുണ്ട്. കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കേരള സമൂഹം പലതരത്തിലുള്ള യാത്രകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സന്യാസിമാർ ധർമ്മത്തിന് വേണ്ടി, ധർമ്മത്തെ രക്ഷിക്കുവാൻ ഒരു യാത്ര നടത്തുന്നു. യാത്രകൾ പലപ്പോഴും വലിയ പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1981 വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സന്യാസി യാത്രയൊക്കെ ഓർമ്മിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വിശേഷം എല്ലാ സന്യാസാശ്രമങ്ങളും ഒറ്റക്കെട്ടായി വന്നിട്ട്, അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒരുപോലെ വന്ന് ഒറ്റക്കെട്ടായി നടത്തുന്ന യാത്രയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
ആ യാത്ര ഉയർത്തുന്ന സന്ദേശവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടുംബം അല്ലെങ്കിൽ സമൂഹം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കറിയാം, ലഹരിയുടെ പിടിയിലകപ്പെട്ട് യുവതലമുറയടക്കം ലഹരിയുടെ പിടിയിൽ അടപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് സന്യാസിമാർ തന്നെ നേരിട്ട് ധർമ്മത്തെ ഉദ്ധരിക്കുവാനായി സന്യാസിമാർ തന്നെ നേരിട്ടിറങ്ങുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു യാത്ര തീരുമാനിച്ചത്. ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പട്ടികകളേറെ നിരത്താനുണ്ടാവും. അത് മയക്കുമരുന്നുകളുടേതാവട്ടെ, അല്ലെങ്കിൽ കുടുംബ ഛിദ്രതകളാവട്ടെ, അതിലുപരി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഹൈന്ദവ നിന്ദയാവട്ടെ, അത്തരം പ്രശ്നങ്ങളിലേക്കൊന്നുമല്ല നമ്മുടെ യാത്ര ഫോക്കസ് ചെയ്യുന്നത്, പരിഹാരങ്ങളിലേക്കാണ്. എന്താണ് പ്രായോഗികമായ പരിഹാരം എന്നുള്ള ശക്തിമത്തായ സമ്പന്നമായൊരു സമാജ സൃഷ്ടിക്കുള്ള സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളിയുണ്ട്. കാലങ്ങളായി നേരിടുന്ന വെല്ലുവിളിയാണ് ക്ഷേത്രങ്ങളടക്കം സംസ്കാരങ്ങളടക്കം ക്ഷേത്രങ്ങളും സംസ്കാരങ്ങളും നശിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇടത് ഭരണത്തിലടക്കം മറ്റ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ക്ഷേത്ര സംസ്കാരങ്ങൾ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല കേന്ദ്രമായിട്ട് ഹൈന്ദവ ചേതനയെ രാഷ്ട്രീയക്കാർ, സർക്കാർ തന്നെ എത്രമാത്രം അപമാനിച്ചു, വേദനിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ നിന്ന് മാറി ഒരു ഭാഗത്ത് ഭക്തന്മാരായി ചമയുകയും ഭക്തസമ്മേളനങ്ങൾ നടത്തുകയും മറ്റൊരു ഭാഗത്ത് ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് കാണുന്നത്. തീർത്തും അത്ഭുതകരമായ സ്വർണം ചെമ്പാക്കുകയും ചെമ്പ് സ്വർണ്ണമാക്കുകയൊക്കെ ചെയ്യുന്ന അത്ഭുതമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല എന്നടിച്ചിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടുള്ള ഹൈന്ദവ ചേതനയുടെ ഉണർച്ചയ്ക്കായിക്കൊണ്ട് തന്നെയാണ് ഈ യാത്ര. സന്യാസിമാർ ഒരു സ്ഥലത്ത് ഒതുങ്ങേണ്ടവരല്ല, ഈ സമൂഹത്തിൻ്റെ ആവശ്യകതയാണെന്ന് കൂടി ഉയർത്തിക്കൊണ്ടല്ലേ യാത്ര പോകുന്നത്. സന്യാസിമാർ ഒരിക്കലും ഒതുങ്ങിയവരല്ല. കാരണം കേരളം ഇരുട്ടിലേക്ക് പോയ കാലഘട്ടത്തിൽ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചവരൊക്കെയും സന്യാസി ശ്രേഷ്ഠന്മാരായിരുന്നു, അഥവാ വേദസാരം ഉൾക്കൊണ്ടവരായിരുന്നു. അത് അയ്യാ വൈകുണ്ഠസ്വാമി ആയാലും, തൈക്കാട്ട് അയ്യാവായാലും, ചട്ടമ്പിസ്വാമി തിരുവടികളായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, വേദ ഗുരുവായ സദാനന്ദ സ്വാമികളായാലും, അങ്ങനെ ഒരു പരമ്പര അങ്ങ് നീളും. അങ്ങനെയുള്ള മഹാന്മാരാണ് പ്രകാശത്തിലേക്ക് കേരളത്തെ കൊണ്ടുവന്നത്. അതുതന്നെയാണ് നീലിമ. സന്യാസിമാർ ഈ സംസ്കാരത്തെ ഉദ്ധരിക്കാൻ വന്നവരാണ്. അവർ ഓരോ കാലഘട്ടത്തിൽ, ഓരോ സമയത്ത്, ഓരോ അധർമ്മം ഓരോ രീതിയിൽ വിളയാടുമ്പോൾ അതിനെല്ലാം നശിപ്പിക്കാനായി ഇവിടുത്തെ സന്യാസി പരമ്പരകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അത് ശങ്കരാചാര്യരായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, അങ്ങനെ ആരായാലും ശരി, അവർ ഓരോ പരമ്പരയിൽപ്പെട്ടവർ, ഓരോ പരമ്പരയിലുള്ളവർ, അവർ ഓരോ സമയത്തും അതത് കാലത്ത് ഈ അവതാരങ്ങളെപ്പോലെ ആ സമൂഹത്തെ ഉദ്ധരിക്കാനെത്തും എന്ന് തന്നെയാണ് ചിദാനന്ദപുരി സ്വാമി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാത്ര ഇത്തരത്തിലൊരു ധർമ്മ സന്ദേശ യാത്ര, ആ യാത്രയുടെ ഉദ്ദേശവും എന്ന് പറയുന്നത് ഈ കേരളത്തെ, ഈ അധർമ്മം നേരിടുന്ന കേരളത്തെ ശുദ്ധീകരിക്കുകയാണ്, കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പോലെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അലയൊലികൾ, ഈ ഒരു സന്ദേശയാത്രയുടെ, ധർമ്മ സന്ദേശ യാത്രയുടെ അലയൊലികൾ കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം കേരള സമൂഹത്തിൽ നിഴലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയുള്ള മാറ്റം, കേരളത്തിൻ്റെ മാറ്റം, ആ കേരളത്തിൻ്റെ മാറ്റം ഈ ധർമ്മ സന്ദേശ യാത്രയിലൂടെ തന്നെ ആയിരിക്കും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ യാത്ര നടക്കുന്ന കിഴക്കേക്കോട്ടയിലൂടെയാണ് യാത്ര കടന്നു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ സമാപന സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് എത്തപ്പെടും. നമുക്കറിയാം, യാത്രയെ തകർക്കുവാനായി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ വാക്കുകൾ അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. ഈ സന്യാസി വര്യന്മാർ, സ്വാമിമാർ ഇങ്ങനെ എവിടെയെങ്കിലും ഉൾവലിഞ്ഞ് ഇരിക്കേണ്ടവരല്ല, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ് എന്ന കൃത്യമായ സന്ദേശമാണ് സ്വാമി ചിദാനന്ദപുരി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരളം നേരത്തെ ഇരുട്ടിലേക്ക് ആണ്ടുപോയ ഒരു സമയത്ത് ഇവിടെ നവോത്ഥാന ശക്തിയായി ഉയർന്നു വന്നത് സ്വാമിമാരാണ്. അയ്യാ ഗുരുവായാലും ശ്രീനാരായണ ഗുരുവായാലും ഒക്കെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധതയെ തുടച്ചു നീക്കാൻ വേണ്ടി ഉയർക്കൊണ്ടവരായിരുന്നു. ഈ സമാനമായ ഒരു അന്തരീക്ഷം കേരള സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ആ അന്ധകാരത്തിൽ നിന്ന് കേരളത്തിൻ്റെ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ധാർമ്മികതയൊക്കെ വീണ്ടെടുക്കാനുള്ള വലിയ ശ്രമമാണ് ഈ ആചാര്യശ്രേഷ്ഠന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിൽ എങ്ങനെയാണ് അനന്തപുരി ഈ സന്യാസി വര്യന്മാർക്ക് സ്വാഗതമരുളിയിരിക്കുന്നത്? എങ്ങനെയാണ് ഗാന്ധി പാർക്കിലെ ക്രമീകരണങ്ങൾ? പരമ്പരയിൽപ്പെട്ട ഓരോ സന്യാസി പേരെടുത്ത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും ഓരോരോ പരമ്പരകളിൽ പ്രതിനിധീകരിക്കുന്നവരാണ്. എല്ലാവരും ഈ കേരളത്തിൽ ഹൈന്ദവ സംസ്കാരത്തിനും സംസ്കൃതിക്കും പരിവർത്തനം നൽകാൻ പ്രാപ്തരായിട്ടുള്ള സന്യാസി വര്യന്മാരാണ്. അവർ ഓരോരുത്തരും ഋഷിതുല്യരാണ്. അവർ ഓരോരുത്തരും
ഈ സമൂഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്യാസി വര്യന്മാരുടെ ഒരു വലിയ പരമ്പര തന്നെയാണ് ഇപ്പോൾ ഈ യാത്രയിൽ കേരളത്തിലൂടെ അനന്തപുരിയിലൂടെ യാത്ര നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയിരുന്നു. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുമ്പോഴെല്ലാം വലിയ സ്വീകാര്യത യാത്രയ്ക്കുടനീളം ലഭിച്ചിരുന്നു. അങ്ങനെ ആ യാത്ര അങ്ങനെയാണ് കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീരാമദാസ മിഷൻ സ്വാമിജി ശ്രീ ശക്തിശാന്താനന്ദ മഹർഷിയും ചേരുന്നുണ്ട്. സ്വാമിജി, വലിയൊരു പിന്തുണ ഈ യാത്രയ്ക്കുടനീളം ലഭിച്ചിരുന്നു. ധർമ്മത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടൊരു യാത്ര അത് കേരളത്തെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടുവരികയാണ്. കഴുകി വൃത്തിയാക്കുക മാത്രമല്ല, ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന്, അതാണ് പഴയ കേരള തനിമ പുനഃസ്ഥാപിക്കുന്നതിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരവാദികൾ നമ്മെ ഭരിക്കുന്നവർ മാത്രമല്ല, അതിന് വഴങ്ങിക്കൊടുത്ത നമ്മൾ കൂടിയാണ് എന്നുള്ളത് ഒരു പ്രധാന കാര്യമായി കാണിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി മുമ്പോട്ട് പോകുന്നത്. ഇത് വലിയൊരു സ്വാഗതം തന്നെയാണ്, ഈ വലിയൊരു ഇളക്കം തന്നെയാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ഹൈന്ദവ ബോധം ജനമനസ്സുകളിൽ തൊട്ടുണർത്തിക്കൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കൈവിട്ട് കളഞ്ഞ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിക്കുവാൻ, ഇവിടെ ജനങ്ങളെ മാറ്റി നിർത്തുന്ന പദ്ധതികളെ വാസ്തവത്തിൽ അതിനെ നിരാകരിക്കുവാൻ, ഇവിടെ ക്ഷേത്രവിശ്വാസികളെയും ധർമ്മവിശ്വാസികളെയും സനാതന ധർമ്മികളെയും ഒക്കെ തന്നെ നമ്മുടെ സാംസ്കാരിക മുഖ്യധാരയിൽ നിന്ന് അടർത്തുമാറ്റുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും പ്രതിക്രിയകൾക്കും എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഈ യാത്ര മുമ്പോട്ട് പോകുന്നത്.